ഹലോ എവ്രി വൺ, വെൽക്കം ടു പ്ലസ് ടു മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിൻ്റെ പ്രാക്ടിക്കൽസ് എങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് തനിയെ പ്രാക്ടീസ് ചെയ്യാം എന്നാണ് വീഡിയോ കാണാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ ജിയോജിബ്ര ക്ലാസിക് എന്ന് എൻ്റർ ചെയ്ത് സെർച്ച് കൊടുക്കുക. തുടർന്ന് വരുന്ന ലിങ്കിൽ പോവുക. ജിയോജിബ്ര ക്ലാസിക്കിൻ്റെ ഈ സൈറ്റിൽ എത്തിച്ചേരുക. ജിയോജിബ്രയുടെ ഓൺലൈൻ വേർഷനാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ മോഡൽ എക്സാമിന് ചോദിച്ച സർക്കിൾ ആൻഡ് പരാബോള നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് നോക്കുകയാണ്. സോ ആദ്യം ആക്ടിവിറ്റി ഈ സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യുക, അതിൻ്റെ റേഡിയസും സെൻറ്ററും കണ്ടുപിടിക്കുക. ഞാനിവിടെ ഇത് കോപ്പി ചെയ്തു ഈ കമാൻഡ്. ദെൻ നമ്മുടെ ഇൻ്റർഫേസിൽ ഇൻപുട്ട് ബാർ ഇവിടെയുണ്ട്, അവിടെ പേസ്റ്റ് ചെയ്യുന്നു. എക്സ് സ്ക്വയർ എന്നാണ് വേണ്ടത്. ഇതിനെ നമ്മൾ എക്സ് റേസ് ടു 2 എന്നാക്കും. എക്സ് സ്ക്വയർ ആയി. ദെൻ വൈ സ്ക്വയർ, വൈ റേസ് ടു 2, വൈ സ്ക്വയർ. വേണ്ട സർക്കിൾ കിട്ടിയിട്ടുണ്ട്. ഈ സർക്കിളിൻ്റെ പേരും കൂടെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. സർക്കിളിൻ്റെ പേര് സി എന്ന് കൊടുക്കുക. ഓക്കെ. ദെൻ ഈ സർക്കിൾ ആണ് നമുക്ക് വേണ്ട സർക്കിൾ. ഈ സർക്കിളിൻ്റെ സെൻറ്ററും റേഡിയസും കണ്ടുപിടിക്കണം. ഇൻപുട്ട് കമാൻഡിലടിക്കുക, സെൻറ്റർ ഓഫ് കോണിക്ക് സി ആണ്. സെൻറ്റർ 2, 4 എന്ന് കിട്ടി. ദെൻ റേഡിയസ് കണ്ടുപിടിക്കാം. റേഡിയസ് ഓഫ് കോണിക്ക് സി എന്ന് കൊടുക്കുക. റേഡിയസ് 4. ഇത്രയാണ് ആക്ടിവിറ്റി 1 ചെയ്യേണ്ടത്. സെൻറ്ററും റേഡിയസ് നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഈ രണ്ട് പോയിന്റ് എ ഈക്വൾ ടു 0, 3, ബി ഈക്വൾ ടു 4, 2 ഈ രണ്ട് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ വരയ്ക്കണം. അതുപോലെ തന്നെ സർക്കിളിൻ്റെ സെൻറ്റർ ഈ തന്നിരിക്കുന്ന ലൈനിലായിരിക്കണം. അപ്പോൾ സർക്കിൾ പാസ് ചെയ്യുന്ന പോയിന്റ് 0, 3 ആൻഡ് 4, 2. ഇപ്പോൾ പോയിന്റ് വരയ്ക്കാൻ പോവാണ്. സോ എ ഈക്വൾ ടു 0, 3 ആൻഡ് പോയിന്റ് ബി ഈക്വൾ ടു 4, 2. 4, 2 രണ്ട് പോയിന്റ് വരച്ചു. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന ലൈൻ 3x - 2y - 3 = 0, ആ ലൈനും വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയേണ്ടത് ഈ രണ്ട് പോയിന്റിലൂടെ സർക്കിൾ പാസ് ചെയ്യണം. സർക്കിളിൻ്റെ സെൻറ്റർ ഈ ലൈനിലായിരിക്കണം. നമുക്കറിയാവുന്ന തിയറിയാണ്. ഈ എയും ബിയും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കിളിലെ ഒരു കോഡായിരിക്കും കിട്ടുക. ഏതൊരു കോഡിൻ്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യും. അപ്പോൾ എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അതിനുവേണ്ടി പെർപെൻഡിക്കുലർ ടൂളിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുത്തു. എയിൽ ക്ലിക്ക് ചെയ്യുക, ബിയിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലെ ഏതൊരു പോയിന്റ് സെൻറ്ററാക്കി സർക്കിൾ വരച്ചിട്ടുണ്ടെങ്കിലും എയിലൂടെയും ബിയിലൂടെയും പാസ് ചെയ്യും. നമ്മൾ അറിയേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഈ ലൈനിലൂടെ സർക്കിളിൻ്റെ സെൻറ്റർ ഉണ്ടാവണം. അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ സെൻറ്റർ ഉണ്ടാവണം. ഇത് രണ്ടും കൂടെ കോമൺ ആയിട്ടുള്ള ഈ പോയിന്റ് ആയിരിക്കും സർക്കിളിൻ്റെ സെൻറ്റർ. ആ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻ്റർസെക്ഷൻ ടൂൾ എടുക്കുക. ഈ രണ്ട് ലൈനിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ സി ആയിരിക്കും സർക്കിളിൻ്റെ സെൻറ്റർ. അത് സെൻറ്ററായിട്ട് സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ടൂൾ എടുക്കുന്നു. സെൻറ്റർ സി ഏതെങ്കിലും ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ട സർക്കിൾ കിട്ടിയിട്ടുണ്ട്. സർക്കിളിൻ്റെ പേര് സി എന്നാണ്. സർക്കിളിൻ്റെ സെൻറ്ററും റേഡിയസും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് കമാൻഡ് അടിക്കുക, സെൻറ്റർ ഓഫ് കോണിക്ക് സി. 1.6, 0.9 ആണ് സർക്കിളിൻ്റെ സെൻറ്റർ. റേഡിയസ് കിട്ടാൻ വേണ്ടിയിട്ട് റേഡിയസ് ഓഫ് കോണിക്ക് സി എന്നടിക്കുക. ഓക്കെ. അപ്പോൾ സെൻറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. റേഡിയസ് 2.64 എന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 3 ഇതാണ്. കൺസ്ട്രക്ട് എ സർക്കിൾ പാസിംഗ് ത്രൂ ദ പോയിന്റ് 0, 2 ആൻഡ് 3, 1. അപ്പോൾ രണ്ട് പോയിന്റും പ്ലോട്ട് ചെയ്യണം. ആദ്യം പോയിന്റ് എ ഈക്വൽ ടു 0, 2 ആൻഡ് ക്യാപിറ്റൽ ബി ഈക്വൽ ടു 3, 1. ഓക്കെ. ഈ രണ്ട് പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന സർക്കിൾ വരയ്ക്കണം. തൊട്ട് മുൻപ് ചെയ്ത പോലെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ടൂൾ എടുക്കുകയാണ്. എയുടെയും ബിയുടെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഇവിടെ നമുക്ക് വേറെ റെസ്ട്രിക്ഷൻ ഒന്നും തന്നിട്ടില്ല. സോ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ എവിടെ സെൻറ്ററാക്കി സർക്കിൾ വരച്ചാലും ഈ രണ്ട് പോയിന്റിലൂടെയും പാസ് ചെയ്യും. പറഞ്ഞു, ഏതൊരു പോയിന്റ് എടുത്താലും പെർപെൻഡിക്കുലർ സെക്ടറിൽ ഏതൊരു പോയിന്റ് എടുത്താലും സെൻറ്ററാക്കി വരച്ചിട്ടുണ്ടെങ്കിൽ സർക്കിളിലൂടെ ഈ രണ്ട് പോയിന്റിലൂടെയും പാസ് ചെയ്യുന്നു. ഓക്കെ. അടുത്ത ചോദ്യം ഇതാണ്. ഈ ഇൻപുട്ട് കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് പരാബോള വരയ്ക്കുക. അതിനുശേഷം ഡയറക്ട്രിക്സ്, ഇക്വേഷൻ ഓഫ് പരാബോള, ഫോക്കസ് എന്നിവ ഐഡൻറ്റിഫൈ ചെയ്യുക. സോ ഈ സ്റ്റാൻഡേർഡ് കമാൻഡാണിത്. ഇതിനാദ്യം തന്നിരിക്കുന്നത് ഈ രണ്ട് പോയിന്റ്, ഈ പോയിന്റ് എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഫോക്കസ് ആണ്. ഇത് സർക്കിളിൻ്റെ ഡയറക്ട്രിക്സ് ആണ്. നമ്മൾ ആ കമാൻഡ് കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. ഓക്കെ. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പരാബോള, ആ പരാബോളയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് y² + 8 = 0, അഥവാ y² = -8x ആണ്. ദെൻ ഡയറക്ട്രിക്സും ഫോക്കസും കാണണം. ഫോക്കസ് കണ്ടുപിടിക്കാൻ വേണ്ടി കമാൻഡ് അടിക്കുക, ഫോക്കസ് ഓഫ് കോണിക്ക് സി ആണ്. കോണിക്ക് സി ഫോക്കസ് 0, 2 എന്ന് കിട്ടിയിരിക്കുന്നു. സോറി, -2, 0. ദെൻ അടുത്തത്
ഡയറക്ട്രിക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഡയറക്ട്രിക്സിൻ്റെ കമാൻഡ് ഡയറക്ട്രിക്സ് ഓഫ് രണ്ടാമത്തെ കമാൻഡാണ് കോണിക് സി. ഓക്കെ, ഡയറക്ട്രിക്സ് എക്സ് ഈക്വൽ ടു 2. അടുത്ത ചോദ്യം നോക്കുക. ചോദ്യം ഇതാണ്: യൂസിങ് സ്യൂട്ടബിൾ കമാൻഡ് ആസ് എബവ് ഡ്രോ ദ പരാബോള എക്സ് സ്ക്വയർ ഈക്വൽ ടു -4y. ഈ തന്നിരിക്കുന്ന പോലെ കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് വേണം ഈ പരാബോള കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് ചെയ്യാം. ഇവിടെ ചെയ്യാനുള്ളത് ആദ്യം ആ തന്നിരിക്കുന്ന പരാബോള നേരിട്ട് വരയ്ക്കുകയാണ്. എക്സ് സ്ക്വയർ എക്സ് റേസ് ടു 2 എക്സ് സ്ക്വയർ ഇതാണ് നമ്മുടെ പരാബോള. ഈ പരാബോളയുടെ ഡയറക്ട്രിക്സും ഫോക്കസും കണ്ടുപിടിച്ചിട്ട് കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പരാബോള വരയ്ക്കാൻ പോവാണ്. ആദ്യം ഫോക്കസ് കണ്ടുപിടിക്കാം. ഫോക്കസ് ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിൻ്റെ പേരൊന്ന് മാറ്റി കൊടുക്കുവാണ്. പേര് സി എന്ന് കൊടുക്കാം. സി എന്ന് സ്മോൾ ലെറ്റർ സി എന്ന് കൊടുത്തു. ദെൻ ഫോക്കസ് ഫോക്കസ് ഓഫ് കോണിക് സി. ഫോക്കസ് 0 - 1 ആണ്. ആൻഡ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് y ഈക്വൽ ടു 1 ആണ്. സോ നമ്മുടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് വേണം ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ കമാൻഡ് നമുക്കറിയാം, പരാബോള എന്ന് സ്റ്റാൻഡേർഡ് കമാൻഡ് പരാബോള എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സ്റ്റാൻഡേർഡ് കമാൻഡാണ് വേണ്ടത്. അതിൽ ആദ്യം നിന്നിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് പരാബോളയുടെ ഫോക്കസ് ആണ്. ഫോക്കസ് കൊടുക്കേണ്ടത് 0, -1. ദെൻ ലൈൻ, അതായത് ഫോക്കസ് കൊടുത്തു. ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് y ഈക്വൽ ടു 1. ഈ കമാൻഡ് ആൻസർ ഷീറ്റ് എഴുതി വെക്കുക. ദെൻ പരാബോള ഡയറക്ട്രിക്സ് എന്താണ്, ഫോക്കസ് എന്താണെന്ന് എഴുതുക. ഓക്കെ, ഈ കിട്ടിയിരിക്കുന്നതാണ് നമുക്ക് വേണ്ട പരാബോള. കമാൻഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പരാബോള കണ്ടുപിടിച്ചിരിക്കുന്നത്. 10 മാർക്കിൻ്റെ ചോദ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 8 മാർക്ക് നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട്. താങ്ക് യു.